അധ്യാത്മരാമായണമിതമിത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയപ്രോക്തം. അധ്യയനം ചെയ്കിൽ മർത്യനിജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യമാനിനു പിമ്പെ നടന്നു രഘുപതി. നിശിതതര വിശിഖഗണ ചാപവുമായി ചെന്നു നീചനാം മാരീചനെ കൊന്നു രാഘവൻ. പ്ലവകകുല പരിവൃഢരെ നാലുദിക്കിങ്കലും പ്രത്യേകമേകൈകലക്ഷ്യം നിയോഗിച്ചാൻ. അതു പൊഴുതു രഘുപതിയുമലിവൊടരികെ വിളിച്ചങ്കുലീയം മമ കയ്യിൽ നൽകിയിടിനാൻ. ഇതു ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ. മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യമാനിനു പിമ്പേ നടന്നു രഘുപതി. നിശിതതര വിശിഖഗണ ചാപവുമായി ചെന്നു നീചനാം മാരീചനെ കൊന്നു രാഘവൻ. ഉടനുടലു മുലയെ മുഹുരുടജ ഭുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ. രാമായണ ഫെസ്റ്റ് കേരളത്തിലെ സാംസ്കാരിക മേഖലയിൽ രാമായണത്തിലൂടെ ശ്രീരാമൻ മാനവികതയുടെ പ്രതീകമെന്ന കാഴ്ചപ്പാടിൽ പൊതുസമൂഹത്തിലേക്ക് രാമായണത്തിൻ്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ, ആശയങ്ങൾ പ്രസരിപ്പിക്കുക എന്നതാണ് രാമായണ ഫെസ്റ്റിൻ്റെ പ്രത്യേകത. ആദിവാസി സമൂഹത്തിൽ നിന്ന് വരുന്ന അമ്മമാർക്ക്, പിന്നോക്ക സമുദായത്തിൽ നിന്ന് വരുന്ന അമ്മമാർക്ക്, ശബരിമലയിലെ മുൻ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഇന്നത്തെ കൊടുങ്ങല്ലൂരിലെ തന്ത്രി ഡോക്ടർ നരേന്ദ്ര അടികളും അവർക്ക് അവരുടെ കാല് കഴുകി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതുമായും, തിരിച്ച് അതേ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട ആദിവാസി കോളനിയിൽ നിന്നൊക്കെ വരുന്ന ഈ അമ്മമാർ അവർക്കും ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ സൗഹൃദത്തിൻ്റെ, സമന്വയത്തിൻ്റെ, സമരസതയുടെ അന്തരീക്ഷം ശബരി സൽക്കാരത്തിലൂടെ എങ്ങനെയാണോ ശബരി രാമനെ സ്വീകരിച്ചത്, എങ്ങനെയാണോ ശ്രീരാമൻ ശബരിയെ ആശ്ലേഷിച്ചത്, അനുഗ്രഹിച്ചത്, ശബരി നൽകിയ കനി കഴിച്ചത്, ആ ഒരു സങ്കല്പത്തെ പ്രായോഗിക തലത്തിൽ എങ്ങനെ വിനിയോഗിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ശബരി സൽക്കാരം. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ക്വിസ് പഠിക്കുക മാത്രമല്ല, അത് വായിക്കാനും കൂടുതൽ അറിയാനും നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്താനും രാമായണം എന്ന് പറയുന്ന കൃതിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്കും എല്ലാ ആശംസകളും നൽകുന്നു. ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇട്ടിട്ടുള്ളത്. 4 റൗണ്ടായിരിക്കും നമ്മുടെ ഈ ക്വിസ് പ്രോഗ്രാമിന് ഉണ്ടായിരിക്കുക. അതിൽ ആദ്യത്തെ 2 റൗണ്ടിൽ രാമായണവുമായി ബന്ധപ്പെട്ട പൊതു ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ ഇരിക്കുന്ന ആളുകൾ നന്നായി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനത്തിലാണ് അവർക്ക് നന്നായി ഉത്തരം പറയാനായിട്ട് പറ്റുക. അപ്പോൾ ഓരോ നന്നായി കൈയടിച്ച് തന്നെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം ടീം 1 രാമ എന്ന പദം മാത്രം ഉച്ചരിക്കുന്ന ഒരാൾക്ക് എന്ത് ലഭിക്കുമെന്നാണ് ശ്രീ പാർവതിയോട് ശ്രീ പരമേശ്വരൻ പറയുന്നത്? മോക്ഷം ലഭിക്കും. മോക്ഷം ശരിയായ ഉത്തരാണ്. അവർക്ക് 10 മാർക്കാണ് ലഭിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഭവൻ സ്പോട്ടോറിനോടാണ്. തമിഴ് ഭാഷയിലുള്ള രാമായണത്തിന്റെ പേരെന്ത്? കമ്പരാമായണം. ശരിയായ ഉത്തരം, 10 മാർക്ക്. വിശ്രവസിന്റെ പത്നിയുടെ പേരെന്ത്? കൈകസി. കൈകസി ശരിയായ ഉത്തരം, 10 മാർക്ക്. അടുത്തത് ഗുരുകുലം പബ്ലിക് സ്കൂളിനോടാണ്. മേധം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? മേധം, അശ്വമേധം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിലെ മേധം, അശ്വം എന്ന് വെച്ചാൽ കുതിരയാന്ന് നമുക്കറിയാം. മേധം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? മേഘം എന്നാണോ? അല്ല അല്ല, മേധം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? പാസ് ഉണ്ട് കേട്ടോ ഈ റൗണ്ടില്. ശാന്ത ഹൈസ്കൂൾ. രഥം. അല്ല. ശ്രീ ദുർഗാവിലാസം. യാഗം. യാഗം ശരിയായ ഉത്തരം.
ശ്രീ ദുർഗാവിലാസം സ്കൂളിന് 5 മാർക്കാണ് കേട്ടോ ലഭിക്കുന്നത്. പാസ് മാർക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം അപ്പോൾ ശാന്ത ഹൈസ്കൂളിനോടാണ്. ശ്രീരാമന്റെ അഭിപ്രായത്തിൽ അഭയം ചോദിക്കുന്നവന് അവന് അത് നൽകാതിരുന്നാൽ ഏത് തരം പാപമാണ് ലഭിക്കുക? ബ്രഹ്മഹത്യ പാപം ശരിയായ ഉത്തരാണ്. 10 മാർക്ക്. അടുത്തത് ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ സ്കൂളിനോടാണ്. സപ്തർഷിമാരാരല്ല? അത്രി, ഒരു 4 പേരെങ്കിലും പേര് പറയും. മരീചി, മരീചി, ഒരെണ്ണം കൂടി പറയും. വസിഷ്ഠൻ, വസിഷ്ഠൻ. ഓക്കെ. വാത്മീകം എന്ന പദത്തിന്റെ അർത്ഥം? ചിതൽ, ചിതൽ, മൺപുറ്റ്, ചിതൽപുറ്റ്. ശരിയായ ഉത്തരം. രാവണൻ ആരുടെ കൈകളിൽ നിന്നാണ് പുഷ്പക വിമാനം കൈക്കലാക്കുന്നത്? വൈശ്രവണൻ, കുബേരൻ. ശരിയായ ഉത്തരം. 10 മാർക്ക്. രണ്ടാമത്തെ റൗണ്ടിലും നമ്മൾ രാമായണവുമായി ബന്ധപ്പെട്ട പൊതു ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. എല്ലാ കാണ്ഡത്തിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യത്തെ ചോദ്യം ചിന്മയ വിദ്യാലയം കോലഴിയിലെ കുട്ടികളോടാണ്. രാമാഭിഷേക വിഘ്നം വരുത്താനുള്ള ഉപായമായിട്ട് ദേവന്മാർ ആരെയാണ് സമീപിക്കുന്നത്? സരസ്വതി. ശരിയായ ഉത്തരം. 10 മാർക്ക്. ദശരഥ മഹാരാജാവിന്റെ പുത്രിയായ ശാന്തയെ വളർത്തുപുത്രിയായി നൽകിയത് ആർക്കായിരുന്നു? ശ്രീ ദുർഗാവിലാസം ലോമപാദരാണ്. ലോമപാദർ ശരിയായ ഉത്തരം. അവർക്ക് 5 മാർക്ക്. അടുത്തത് ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ സ്കൂളിലെ കുട്ടികളോടാണ്. സുദർശന ചക്രത്തിന്റെ അംശമായിട്ട് ജനിച്ച ശത്രുഘ്നൻ. ശരിയായ ഉത്തരം. 10 മാർക്ക്. രാമായണ പ്രശ്നോത്തരിയുടെ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ മത്സരം ഇവിടെ പൂർണ്ണമായേക്കാണ്. അതിൽ 1ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് ശ്രീ ദുർഗാവിലാസം സ്കൂൾ പേരാമംഗലം. 2ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് ശാന്ത HSS അവണൂർ. 3ാം സ്ഥാനം ശ്രീരാമകൃഷ്ണ സ്കൂളിനാണ് 3ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. എല്ലാ കുട്ടികളും വളരെ മനോഹരമായിട്ട് തന്നെ പങ്കെടുത്തു. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തു. രാമായണത്തെ സംബന്ധിച്ചിടത്തോളം ഇവരോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഞാൻ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് പലപ്പോഴും കുട്ടികൾക്ക് കിട്ടുമോ എന്നുള്ളൊരു ആശങ്കയിൽ ഏറ്റവും ലളിതാക്കാനായിട്ട് ചോദ്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെന്നെ ഞെട്ടിച്ചുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും പരമാവധി ഉത്തരം പറഞ്ഞു. അപ്പോൾ നന്നായി ഇനിയും വീണ്ടും രാമായണത്തിലൂടെ കടന്നു പോകുക, വായിക്കുക, പങ്കെടുക്കുക, മത്സരിക്കുക. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. കാവ്യസാഗരം തൂലികത്തുമ്പിൽ ആവാഹിച്ച മലയാളത്തിൻ്റെ പ്രിയ കവി വയലാറിൻ്റെ സർഗസംഗീതത്തിൻ്റെ ഏതാനും വരികൾ കേട്ടുകൊണ്ട് നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ്. നമ്മൾ ആദരിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങൾ വാൽമീകി പുരസ്കാരം, രാമായണ പുരസ്കാരം ഒക്കെ നേടിയ നമ്മൾ ആദരിക്കുന്നവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമൻ ദർശനം. അടുത്തതായി ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങാണ്. വിശിഷ്ട വ്യക്തികളെ ഉദ്ഘാടകനായ നമ്മുടെ പ്രിയപ്പെട്ട ജേക്കബ് തോമസ് സാറടക്കമുള്ള എല്ലാവരെയും നിലവിളക്ക് പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ഹാർദമായി ക്ഷണിക്കുന്നു. രാമായണം നമ്മൾ പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ രാമരാജ്യം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും അത് നമുക്കും വേണ്ടേ എന്നുള്ളൊരു ആഗ്രഹം, ഒരു ചിന്ത നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു പ്രയത്നവും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ധർമ്മത്തിലധിഷ്ഠിതമാണോ അതോ അധർമ്മത്തിലധിഷ്ഠിതമാണോ എന്നുള്ളത്, അഴിമതിയെപ്പറ്റിയും ഫ്രോഡുകളെ പറ്റിയുമുള്ള വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ രാമരാജ്യം വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ഒരു 5 സവിശേഷതകൾ നമ്മൾ ഓർക്കുക. നീതി, പ്രോസ്പെരിറ്റി, പീസ്, റൂൾ ത്രൂ ധർമ്മ
ആൻഡ് ലോഞ്ചിവിറ്റി ആൻഡ് ഹെൽത്ത്. അപ്പോൾ നമ്മൾ രാമായണ പാരായണം മാത്രം നടത്തിയാൽ പോരാ, ജയ് ശ്രീറാം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, രാമരാജ്യം വരാൻ വേണ്ടിയും കൂടി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നു. ജയ് ശ്രീറാം. എന്തായാലും രാമായണം കഥ അറിയാത്തവരും ഈ കർക്കിടക മാസത്തിൽ ആചരിക്കാത്തവരും ആരുമില്ല. പക്ഷേ ആ കഥ അറിയുകയും രാമായണം ജപമായി മാറ്റുകയും ചെയ്യുക എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും വലിയൊരു സംശയമാണ്. അവിടെയാണ് ഹിന്ദു സമാജത്തിന് പറ്റുന്ന ഏറ്റവും വലിയൊരു അപകടം. ഈ രാമായണം ജീവിതത്തിൽ പകർത്തുക. ലക്ഷ്മണൻ യുദ്ധത്തിൽ ലക്ഷ്മണന് പരിക്ക് പറ്റുമ്പോൾ ശ്രീരാമൻ മടിയിലിരുത്തി കരയുന്നൊരു ഭാഗം അതിലുണ്ട്. അതൊക്കെയാണ് ഈ സാഹോദര്യ സ്നേഹത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ. രാമായണം സമരസതയുടേതാണ്. ഇവിടെ ചാതുർവർണ്ണയവും ബ്രാഹ്മണ്യവുമില്ല. കൊടുങ്ങല്ലൂരിലെ തിരുമേനി മേൽശാന്തി തിരുവല്ലാമലയിൽ നിന്ന് വന്ന വേശുവമ്മ എന്ന് പറയുന്ന ആ കോളനിയിലെ അമ്മയുടെ കാല് കഴുകി അർപ്പിച്ചവർക്ക് വായിൽ ഭക്ഷണം കൊടുത്ത് അവർ തിരിച്ചും ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു മാധ്യമത്തിനും അത് കാണണ്ട. അതേസമയത്ത് ജാതിയുടെ പേരിൽ വേടൻ കളിച്ചാൽ, ജാതിയുടെ പേരിൽ മാണൻ കളിച്ചാൽ, അത് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിട്ട് ഹിന്ദുത്വത്തെ തകർക്കുന്ന ഈ തരത്തിലുള്ള നിഷേധാത്മകമായ നിലപാടിനപ്പുറം സമന്വയത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകം സമൂഹത്തിൽ വളർത്തുക എന്ന സങ്കല്പമാണ് രാമായണ ഫെസ്റ്റിലൂടെ ഞങ്ങൾ പ്രദാനം ചെയ്യുന്നത്. ഇന്ന് തിരക്ക് മൂലം ഇവിടെ എത്താൻ കഴിയാതിരുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവരുടെ സന്ദേശം വീഡിയോയായി ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സന്ദേശം നമുക്ക് കേൾക്കാം. 9ാമത് വാൽമീകി പുരസ്കാര ജേതാവ് ശ്രീ എം ജയചന്ദ്രൻ, രാമായണ പുരസ്കാര ജേതാവ് ശ്രീ രാജീവ് ആലിക്കൽ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ശ്രീ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ വളരെ നേരത്തെ തന്നെ ഈ പരിപാടിയെ പറ്റി എന്നോട് പറഞ്ഞിരുന്നതാണ്. ഞാൻ സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേ പാർലമെന്റ് ഉള്ളതുകൊണ്ട്, നാളെ പാർലമെന്റില് ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടും ഇന്നതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ബ്രീഫിംഗ് ഉണ്ടായിരുന്നത് കൊണ്ടും എനിക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഇന്നത്തെ പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ഇന്നത്തെ വിശിഷ്ടാതിഥിയായ ശ്രീ ജേക്കബ് തോമസ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മളെ എല്ലാവരെയും സാക്ഷി നിർത്തി വാൽമീകി പുരസ്കാര സമർപ്പണം ഈ വേദിയിൽ അരങ്ങേറുന്നു. ശ്രീ എം ജയചന്ദ്രൻ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു, കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ. മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത് ഇക്കാലത്ത് മാതാപിതാ ഗൂഗിൾ ദൈവമെന്നും മാതാപിതാ ചാറ്റ് GPT ദൈവമെന്നും ഒക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശരിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ നാച്ചുറൽ ഇൻ്റലിജൻസ് ആണോ വേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നു പോവുകയാണ്. പാട്ട് എന്നുള്ളത് ഒരനുഭവമാണ്. ശോകത്തിൽ നിന്ന് ശ്ലോകത്തിലേക്ക് ഉള്ള അവസ്ഥാന്തരമാണ് ശരിക്ക് വാൽമീകിയുടെ രാമായണം. ശോകം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. ശോകത്തിലൂടെ പോകാത്ത ഒരു മനുഷ്യനും ഈ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ശോകങ്ങളിലൂടെയാണ് പല തിരിച്ചറിവുകളും വരുന്നത്. ആ ഒരു പക്ഷിയുണ്ടല്ലോ, ആ മുറിവേറ്റ പക്ഷി, പിന്നെ ജീവൻ പോയ ആ അനുരാഗിയായ ആ പക്ഷിയുടെ, തൻ്റെ പ്രിയതമൻ പോയി എന്ന് ശോകമുഖമായിരിക്കുന്ന ആ പക്ഷിയുടെ, കരയുന്ന ആ പക്ഷിയോട് പറയുന്ന മാ നിഷാദ എന്നുള്ളത് എല്ലാ കാലത്തും അന്നും ഇന്നും എന്നും ഏറ്റവും അധികം പ്രസക്തമാണ്.
എല്ലാ മേഖലകളിലും കൂടി വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാർ പ്രത്യേകിച്ച് സംഗീത രംഗത്ത് കുറവാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് രാമായണ പുരസ്കാരം ഇന്നിവിടെ നൽകുമ്പോഴുള്ള പ്രത്യേകതകൾ. അദ്ദേഹത്തെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇന്നത്തെ പ്രൗഢ ഗംഭീരമായ ഈ കുലീനമായ സന്ധിയിൽ ആദരവോടുകൂടി ഹാർദമായി ക്ഷണിക്കുന്നു. ശ്രീ രാജീവ് ആരുങ്കിലിനുപാൽ രാമായണ പുരസ്കാരം നൽകാനായി ശ്രീ ജേക്കബ് തോമസ് മുണ്ടി GP അവരുടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. രാമായണം ബയോഗ്രഫിയാണ്. ആരുടെയോ സ്വന്തമല്ലാത്ത, എൻ്റെ ഒട്ടും സ്വന്തമല്ലാത്തൊരു കിളിയിലൊന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തൊരുത്തിന് തോന്നിയ ആർദ്രതയുടെ പേരാണ് രാമായണം. ആർദ്രത എന്ന വാക്ക് എനിക്കൊരിടമുള്ളതുപോലെ നിനക്കും ഒരിടമുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു തരുന്നതിൻ്റെ പേരാണ്. അതുകൊണ്ടാണ് വയലാർ എഴുതിയത്, ഈ വിശ്വപ്രകൃതിയിലെങ്ങാനും ഒരു മുല്ലപ്പൂതൽ വിരിഞ്ഞാൽ, കാട്ടിലെ കതർ കാണാ കിളി ചിലച്ചാൽ, മുളങ്കൂട്ടിലെ തത്തമ്മയ്ക്ക് നൊമ്പരം വിതുമ്പിയാൽ, അതെന്നിലും വന്നലയ്ക്കും, പിന്നെ മറ്റൊന്നായി രൂപം കൊള്ളും. എനിക്ക് മാത്രമല്ല വികാരം, എനിക്ക് മാത്രമല്ല സങ്കടം, എനിക്ക് മാത്രമല്ല സ്വപ്നം, എനിക്ക് മാത്രമല്ല സ്ഥാനം പ്രണയം. ഒരു അപരോന്മുഖ ദർശനമുണ്ടാവണം എന്ന പ്രാർത്ഥന രാമായണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മമ്മൂട്ടി സാർ പലപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, സ്വരൂപകാമുകത. ഞാൻ കൊള്ളാം, പക്ഷേ ഒരു അപരോന്മുഖ ദർശനമുണ്ട്, മറ്റു പലരും കൊള്ളാം. അങ്ങനെ കൊള്ളാമെന്ന് ചിന്തിച്ച ആദികവിയുടെ സ്നേഹവാങ്മയമാണ് രാമായണം. രാമായണം കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുന്നത്, കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് രാമായണത്തിനൊരു സന്ദേശമുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ്. ശ്രീരാമനെ നമ്മൾ രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിൻ്റെ ഉടൽ പൂണ്ട രൂപമാണ് ശ്രീരാമൻ എന്ന നിലയിലാണ് ആദരിക്കുന്നത്. ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുകയും ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുകയും ചെയ്തതുകൊണ്ടാണ് നമ്മൾ ശ്രീരാമചന്ദ്രനെ പൂജിക്കുന്നത്. ധർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി എത്ര വലിയ ത്യാഗവും അനുഷ്ഠിക്കാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ നമ്മൾ പൂജിക്കുന്നത്. ധർമാനുഷ്ഠാന രംഗത്ത് അദ്ദേഹത്തിനൊരു സംശയമോ അദ്ദേഹത്തിന് ഒരു ആശങ്കയോ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മങ്ങിപ്പോകുമായിരുന്നു. പക്ഷേ എപ്പോഴും ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട്, ധർമ്മം ആചരിച്ചുകൊണ്ട്, മാതൃകയായി ജീവിച്ചതുകൊണ്ടാണ് നമ്മൾ ശ്രീരാമചന്ദ്രനെ പൂജിക്കുന്നത്. നമ്മുടെ ഭാരതത്തിൽ ധർമ്മമാണ് ശാശ്വതമായിട്ടുള്ളത്. നമ്മളെല്ലാവരും അനുഷ്ഠിക്കേണ്ടത് ധർമ്മ ആചരണത്തിൽ കൂടിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി നേടേണ്ടത് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. श्री राधाधिराज उग्रप्रतापलंकेश्वरन अचितबलचरितन जय 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 रावणन, जय रावणन, जय रावणन. ഭിന്നശേഷിക്കാർ സമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുമ്പോൾ അവരെ ദിവ്യാംഗർ എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വിളിച്ചു. ആ ദിവ്യാംഗർക്ക് 200ഓളം ദിവ്യാംഗരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രാമായണ ഫാഷൻ ഷോ ആണ് ഒരുപക്ഷെ കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ ചടങ്ങായിരിക്കാം, അഥവാ കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ് ദിവ്യാംഗരുടെ രാമായണ ഫാഷൻ ഷോ.
പ്രിയതമേ ശകുന്തളേ പ്രിയതമേ ശകുന്തളേ പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ പറയൂ പ്രിയതമേ ശകുന്തളേ പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ പറയൂ പ്രിയതമേ ശകുന്തളേ രാമായണത്തിലെ ആദ്യം മുതൽക്ക് യുദ്ധം കഴിഞ്ഞ് പട്ടാഭിഷേകം വരെയുള്ള ഒരു 50 ഫ്രെയിമുകളിൽ ഒതുങ്ങുന്ന ചിത്രങ്ങളാണ് ഞാനിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. രാമായണ ഫെസ്റ്റിവൽ ഏതാണ്ട് 2-3 വർഷമായിട്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട്. എന്നെ ക്ഷണിക്കുന്നു, അതിൽ സന്തോഷം. ഇവിടെ ഇങ്ങനെയുള്ള എക്സിബിഷൻ കണ്ട് ഇതാദ്യമാണ്. ഈ എക്സിബിഷനിലൂടെ പൊതുജനങ്ങൾക്ക് ശ്രീരാമൻ്റെ ജീവിതവും അന്നത്തെ മൂല്യങ്ങളും ഇന്ത്യൻ സംസ്കാര മൂല്യങ്ങളും പഠിക്കാനുള്ളൊരു അവസരം കൂടി കിട്ടുകയാണ്. ആഞ്ജനേയൻ നൃത്തം വെച്ചു രാമനാമം പാടി, ആഞ്ജനേയൻ നൃത്തം വെച്ചു രാമനാമം പാടി, കേശപാശം കെട്ടഴിഞ്ഞു മാല കാറ്റിലാടി, കേശപാശം കെട്ടഴിഞ്ഞു മാല കാറ്റിലാടി, രണ്ടു കൈയും പൊക്കിക്കൊണ്ടു മെയ്യിളക്കി ചാടി, രണ്ടു കൈയും പൊക്കിക്കൊണ്ടു മെയ്യിളക്കി ചാടി, കൂണുനൂലു വിയർപ്പിനാൽ മാറിടത്തിലോട്ടി. 8ാം വർഷം കഴിഞ്ഞത് 9ാമത്തെ വർഷത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ പരിപാടിയെ കാണുന്നത്. 10ാം വർഷം 10 പരിപാടിയോടുകൂടി, 10 ദിവസത്തെ 10 പരിപാടിയോടുകൂടി കേരളത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് രാമായണത്തെ മനസ്സുകളിലേക്ക് എത്തിക്കാനാണ്, കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാനാണ്, എല്ലാ വിഭാഗം ആളുകളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങളുടെ ശ്രമം.